ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഗായ്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ പാത്തൂന് 100K സബ്ബായിൻ്റെ സെലിബ്രേഷനും പിന്നെ സിനിമയുടെ വാർപ്പും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ. വീഡിയോ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ 2 വീഡിയോ കൂടി ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ടു. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ തന്നെ ഇട്ടില്ല. സ്കൂൾ തുടങ്ങിയില്ലേ? അതല്ല ഇവരാ 10 കഴിഞ്ഞില്ലേ? 10 കഴിഞ്ഞു. ബി സീരിയസ്. ഈ ടൈമില്ല, അത്തിര ടൈമില്ല. ഒരുപാട് ആളൊന്നുമില്ല. എന്നാൽ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ള കേക്ക് കട്ടിങ്ങും ഫുഡും ഒക്കെ ആയിരുന്നുണ്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പോണതിന് മുൻപേ ക്യാമറ സെറ്റ് ചെയ്യാണ്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക എന്ന് പറയുന്ന സീനാണ്ടോ കണ്ടത്. കേക്ക് വന്നിട്ട് അവൾക്ക് ഫ്രീ ആയിട്ട് കൊടപടത്തുന്ന ഏതൊരു ടീം ചെയ്ത് കൊടുത്താണ്ടോ. യൂട്യൂബിൻ്റെ തീമിലൊക്കെയാണ് ചെയ്ത് കൊടുത്തത്. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിട്ടോ. ആ യൂട്യൂബിൻ്റെ സംഭവങ്ങളൊക്കെ കഴിയുമ്പോൾ വന്നപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ പോലെ എല്ലാവരും നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഷിനാജും ചെറിയതും സൈനമ്മയും എല്ലാം കുട്ടികളും എല്ലാവരും ഉണ്ട്. വീഡിയോ എടുത്ത ടൈമിൽ ഒരുപാട് വീഡിയോ ഉള്ള പോലെ തോന്നിയിട്ടോ. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാവും വിചാരിച്ചിട്ട് കുറച്ച് കുറവെടുത്തത്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ 1 മിനിറ്റോ 2 മിനിറ്റോ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാം കൂടിയും ചേർത്ത് വെക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഈ വാർപ്പിൻ്റെ വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഓല കേക്ക് കട്ടിങ് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കേക്ക് പീസാക്കി. എവിടെ കേക്ക് കട്ട് ചെയ്താലും ഞാൻ തന്നെയുണ്ടോ കേക്ക് കട്ട് ചെയ്തെടുക്കുക. കാരണം ഞാൻ കേക്കിൻ്റെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എല്ലാവരും തരും. അങ്ങനെ കട്ട് ചെയ്ത് എല്ലാവരും മധുരം കഴിക്കലും കഴിഞ്ഞ് പിന്നെ ഫുഡ് വിളമ്പാനായിട്ടോ. മന്തിയും അൽഫാമും ഇന്ന് ഫുഡ് ആദ്യം ഒരു സെറ്റ് ഇരുന്നു. പിന്നെ ബാക്കിയുള്ളവർ പിന്നെ ഉണ്ടായിരുന്നതെന്ന് എല്ലാവരും നിലത്തിരുന്നിട്ട് തന്നെയാണ്. ഫുഡ് അടിപൊളിയുണ്ടോ, മിയാമേത്തെ ഫുഡായിരുന്നു. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് ചെറിയതും കുട്ടികളും പോവുകയാണ് കേട്ടോ. ഇവല ഇറങ്ങുമ്പോൾ തന്നെ മോനും എൻ്റെ വൈഫും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോനും ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഗൾഫ് പോകാനുണ്ടോ. അപ്പോൾ അതിൻ്റെ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓല് 2 കൂട്ടരും പോയി. പിന്നെ വന്നിട്ടാണ് ഷിനാജും ഭാഗത്തൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മോനും ആ ഒരു ടൈമിലാണ് വന്നത്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിയെന്നും പറഞ്ഞങ്ങാണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോന്നു. പിന്നെ നമ്മൾ വാർപ്പിൻ്റെ ദിവസത്തെ വീഡിയോ ആണല്ലോ. ഞാനൊന്ന് വെയിൽ ചൂടായിട്ടാണോ നീച്ചത്. ഞാൻ പെരയിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത്. ഉമ്മ പിന്നെ രാവിലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കണ്ടാൽ പിന്നെ സൈക്കൂല. ഞാൻ അങ്ങനെ അതൊക്കെ തിന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെന്ന പാടെ ഫുഡൊന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിരുന്നു. പിന്നെ ചെന്ന് കുറേ കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ഫുഡ് കഴിച്ചു. പത്തിരിയും കറിയൊക്കെ കഴിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചിരുന്നത്. കുറേ നേരം വർത്താനം പറച്ചിലും ലുഡോ കളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് വാർപ്പിൻ്റെ അവിടെ പോയത്. അപ്പോഴത്തേക്കും വാർപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് സൈഡിൽ കിണർ പിന്നെ കക്കുസൂഴി അങ്ങനത്തെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ വാർപ്പിൻ്റെ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് മുകളിൽ കയറി നോക്കി അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടുണ്ടോ. പിന്നെ ഫുഡ് വിളമ്പാനായിരുന്നു. ഫുഡ് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മസാല വേറെ ചോറ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു. വർത്താനത്തിൻ്റെ ഇടയിൽ സൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ടേക്ക് എടുത്തിട്ടാണ് ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത്. കാരണം സൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏതപ്പോ ഈ കഫ്താനി സൈസിൽ പിന്നെ ഫുൾ ടൈം കുട്ടികളപ്പാണ്. നിങ്ങൾ എന്താ കാട്ടണേ? കാട്ടുതരും. ഇത് ഞങ്ങളെ നെസ്റ്റു ആണ്. ഇത് ഞങ്ങളെ നെസ്റ്റു ആണ് കേട്ടോ. നിങ്ങളതല്ല. എങ്ങനുണ്ട് ഞങ്ങളെ പഴയകാല ഓർമ്മകൾ? എങ്ങനുണ്ട് രസമുണ്ടോ? താത്താക്കല്ല, താത്താക്കും മാമിക്കുണ്ട് പലതും. പോണേ നമുക്ക് പോണേ. യോ വലുതൊന്നിട്ടി ഇതാ ഓയ് എവിടെ എനക്കെട്ടി എവിടെ നോക്കട്ടി. അയ്യോ അങ്ങനെ പണിക്കാർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് വന്നവർക്കുള്ള ഫുഡും കൊടുത്തിട്ടോ. ഷിനാജിൻ്റെ കടയിൽ നിന്നുള്ള ആൾക്കാരെ പിന്നെ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഓൾക്ക് അവിടെ കൊടുത്തു. ഞങ്ങൾ അമ്മൂൻ്റെ വീട്ടിലാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഫൈസലും മോനും ജാഫർ ഒന്നിച്ചാണ് ഇരുന്നത്. ഞാൻ ഓല് ഫുഡ് കഴിക്കുന്ന ടൈമിൽ വെറുതെ അവിടെ ചെന്നതാണ്. ഓല് പിന്നെ എന്നെ കണ്ടേക്ക് ഇരിക്കുന്നാണ് നിർബന്ധിച്ചു. പിന്നെ നമ്മൾ ഇരിക്കാതെ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ ഓലപ്പം ഇരുന്നു. ഏകദേശം എല്ലാവരും ഉണ്ടായിട്ടുണ്ട് വാർപ്പിന്. എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടെ എല്ലാവരും കാണാൻ അറിയണ തന്നെ ഭയങ്കര രസമുണ്ടോ. കാരണം ആദ്യമൊക്കെ പറഞ്ഞാൽ എപ്പോഴും കൂടിയിരുന്നു. ഇപ്പോഴും കൂടുക ടൂറ് കാര്യങ്ങൾ വെറും അങ്ങനത്തെ ആയിരുന്നു. ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ മാത്രമേ ഉണ്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി കൂടി. പിന്നെ അത് ചോക്കോബാർ ഷിനാജിൻ്റെയും ഫൈസലിൻ്റെയും കൂടി വകയാണ്.
കുറച്ച് അധികം ഉണ്ടായിരുന്നു. എൻ്റേത് ഞാൻ സ്വത്തിന് കൊടുത്തിട്ടോ, കാരണം മോൻ ഐസ്ക്രീം വിതരണം കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൻ കൊടുത്തു. പിന്നെ ഞാനൊരു ചായ കുടിച്ചു. സൗണ്ട് പോണതുകൊണ്ട് തന്നെ തണുപ്പുള്ള ഐറ്റംസ് ഒന്നും തിന്നാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം കാര്യങ്ങളായി. പിന്നെ ഞങ്ങൾ കുളത്തേക്ക് പോകാനുള്ള ചർച്ചയുണ്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്ന് ചർച്ച ചെയ്ത് എല്ലാവരും പെരയിൽ കൂടിയും പോയിട്ടോ. കുളം വേണോ, തോട് വേണോ, പുഴ വേണോ, ഫുൾ ടൈം ചർച്ചയായിരുന്നു. അവിടുന്ന് പോരോളം ചർച്ചയുണ്ടോ. പിന്നെ സെറ്റാക്കി പോകാമെന്ന് പറഞ്ഞ് കയ്യിലടിക്കണതാണ് ഈ കാണുന്നത്. അതും കഴിഞ്ഞ് പിന്നെ എല്ലാവരും പെരയ്ക്കും പോയി. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വലിയ സങ്കടമൊന്നുമില്ല. അത് ഈ ഒരു ടൈം കണ്ടോ, ഈ വർത്താനം പറഞ്ഞിരിക്കണ ഈ ഒരു ടൈം 4 ടൂർ പോയ ഫീൽ കിട്ടിയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ 90s കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചായിരുന്നു. 2K വെറുതെ കേട്ട് ചിരിക്കാനൊപ്പം ഉണ്ടായിട്ടോ. അപ്പം ഇങ്ങനെ കൂടുമ്പോൾ നിങ്ങളൊക്കെ ഇതുപോലുള്ള കഥകൾ പറയലുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. 2K എന്തായാലും കഥകളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.